നമസ്കാരം, എല്ലാവർക്കും സിമ്മിസ് യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി മെഴുക്കുവരട്ടിയാണ്. സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. നമ്മൾ ചോറിനൂടെ കഴിക്കാൻ പറ്റിയൊരു മെഴുക്കുവരട്ടിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ബാച്ചിലേഴ്സിനും എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് അല്പം മടിയുള്ള ദിവസം തയ്യാറാക്കാൻ പറ്റിയൊരു മെഴുക്കുവരട്ടിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറിനൂടെ കഴിക്കാനായിട്ട്. അത്ര ടേസ്റ്റുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു 6 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മളെടുത്ത തക്കാളി മുഴുവൻ ഞാൻ കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അതുപോലെ ഞാനൊരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ സവാളയാണ് കേട്ടോ. നമ്മൾ തക്കാളി കുറച്ച് കൂടുതലുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഒരു 3 നല്ല എരിവുള്ള 3 പച്ചമുളക്. പാൻ വെച്ചു. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അല്പം എണ്ണ ഒഴിക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ തക്കാളി മെഴുക്കുവരട്ടിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഒരു സവാള അരിഞ്ഞെടുത്തില്ലേ, വലിയ സവാള. അപ്പോൾ നമുക്കിതിലേക്ക് ഇടാം. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില, സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെടുത്ത 3 പച്ചമുളക് ഇടുകയാണ്. ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് അധികം ചിലവില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. എത്ര മിനിറ്റ് എടുക്കുന്നതുകൊണ്ട് ഒന്ന് സവാള ഒന്ന് വഴറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ തക്കാളി ഒന്ന് വെന്ത് വരണം. വെന്ത് നല്ല ഉടഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് വരുന്നത്. തക്കാളി അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അതേപോലെ അരിഞ്ഞിട്ട പോലെ കിടന്നാൽ ടേസ്റ്റ് വരില്ല. നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോഴും നല്ല ടേസ്റ്റ്. ആ ചോറിൽ പുരട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലാതെ നമ്മൾ വെറുതെ കഴിക്കാനും ചോറിൻ്റെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട. അപ്പം അരിഞ്ഞെടുത്ത തക്കാളി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ. തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ നമ്മൾ വേവിച്ചെടുത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പിടുകയാണ്. നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. ഞാനൊരു കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഇടുകയാണ്. ഒരു കളറിന് വേണ്ടിയിട്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ഇതിൽ ചേർക്കത്തില്ല. ക്രഷ് ചില്ലി ചേർക്കുകയാണ്. ക്രഷ് ചില്ലി ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിങ്ങനെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. അതുപോലെ തന്നെ എരിവ് കുറച്ച് വേണ്ടവർക്ക് ക്രഷ് ചില്ലിയുടെ അളവ് കുറയ്ക്കാം കേട്ടോ. തക്കാളി വാടി തുടങ്ങി. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി മൂടി വയ്ക്കാം. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ നന്നായിട്ട്. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നന്നായിട്ട് തക്കാളി നന്നായിട്ട് വേവണം കേട്ടോ. വെന്ത് ഉടഞ്ഞ് വരുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത്. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ ഈ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ വേവണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ ആ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ വേവുക. പിന്നെ എണ്ണ നമ്മൾ ചേർത്ത എണ്ണയിലും അങ്ങിരുന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അവിടെ നിന്ന് വേവട്ടെ. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, കുക്കായിട്ടുണ്ട്. വ്യത്യാസം വന്നു. കണ്ടോ, തക്കാളിയുടെ വെള്ളമാണ്. ഇത് നന്നായിട്ട് പറ്റി വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. നമുക്കൊന്ന് ഇളക്കി മൂടി വയ്ക്കാം.
ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ തക്കാളിയുടെ വെള്ളം തന്നെയാണ് കേട്ടോ. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെയാണ്. ഒട്ടും വെള്ളം ചേർക്കേണ്ട തക്കാളിയുടെ വെള്ളം തന്നെയാണ് ഇതിൽ കിടന്നാണ് നല്ലോണം കുക്കാവുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് വരും. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയുണ്ടോ? നമ്മൾ നേരത്തെ പോലെയല്ല, ശരിക്കും പറ്റി. കഴുത തന്നെ വെള്ളമാണ്. ഇപ്പോൾ കണ്ടോ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉടഞ്ഞിങ്ങനെ വരണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു കഷ്ണം പോലെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചൊറിയിട്ട് പറ്റി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ ഉള്ളൂ ഉണ്ടോ? നല്ലോണം ഉടഞ്ഞു വരും. വായിലിട്ടാൽ അലുത്ത് പോകും. അതുപോലെ ഇരിക്കുകയാണ്. എണ്ണ കുറേശ്ശെ പുറത്തേക്ക് വന്നോടെ നമ്മൾ ചേർത്താൽ എണ്ണ തെളിഞ്ഞു തുടങ്ങി കേട്ടോ. ഇതാണ് നമ്മുടെ ആ പാകം. നല്ല കറക്റ്റ് പാകമാണ്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കണ്ടാകുന്നു. ഇതുപോലെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തണ്ട് വേപ്പിലോട് ഇട്ടിട്ട് ഞാൻ ഇറക്കുകയാണ്. അപ്പോൾ നമ്മുടെ രുചികരമായ തക്കാളി മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല രുചികരമായ റെസിപ്പിയാണ്. നമ്മളോട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ നല്ലോണം എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാനൊരല്പം പച്ച വെളിച്ചെണ്ണ ചേർക്കും. അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് വേണ്ട, ഒരല്പം ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ തക്കാളിയെ കൂടെ ചേർത്തിട്ടുണ്ടാകും. ഇതാണ് കറക്റ്റ് പാകം കേട്ടോ. കൊതി വരുന്നത്. എനിക്കിപ്പോൾ തന്നെ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നു. അത്ര നല്ല രസമുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല അടിപൊളി മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.